പേര് ജോമോൾ. ഞാൻ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 24/2/2021 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് അപ്പം തന്നെ OETക്ക് ജോയിൻ ചെയ്തു നവംബർ 6 ഞാൻ ഡേറ്റ് എടുത്ത് OET എക്സാം എഴുതി. പക്ഷേ എനിക്ക് റീഡിങ്ങിന് 2 മാർക്കിന് ഫെയിലായി. എങ്കിലും ക്ലബിംഗ് സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത് OETക്ക് വീണ്ടും ഡേറ്റ് എടുത്തു. ജനുവരി 22 ഡേറ്റ് എടുത്തു. അന്ന് എക്സാം എഴുതിയെങ്കിലും എനിക്ക് റീഡിങ്ങിനുള്ളത് C+ എന്നുള്ളത് C ഗ്രേഡായിട്ട് മാറി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ കൂടെ എഴുതിയ എല്ലാവർക്കും, ഞാനൊഴികെ എല്ലാവർക്കും പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവിടുത്തെ ഉടമ്പടീനെ കുറിച്ച് പറയുകയും ചെയ്തത്. അപ്പം ഞാൻ 24 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് OET പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ടെൻഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി പൂർണ്ണമായിട്ടും പാലിക്കാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഞാനൊരു സാക്ഷിയാക്കാൻ വേണ്ടിയിട്ടും അമ്മയുടെ പ്രവൃത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നൊരു സാക്ഷിയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഞാൻ ഡേറ്റ് എടുത്തത് ഏപ്രിൽ 23 ഏപ്രിൽ 23 ഞാൻ എക്സാം എഴുതി. ലിസണിങ് ഫസ്റ്റ് മൊഡ്യൂൾ വന്നു. പക്ഷേ A പാർട്ട് വന്നപ്പം എനിക്ക് എല്ലാവരും മിസ്സിങ് ആയിരുന്നു. ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. വീണ്ടും ഓഡിയോ റീപ്ലേ ചെയ്തു. അങ്ങനെ എനിക്ക് പകുതി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത് റീഡിംഗ് ആയിരുന്നു. റീഡിംഗ് A പാർട്ടിനകത്ത് 20 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ C പാർട്ടിനകത്ത് 2 മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു പാരഗ്രാഫ് ഫുൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ടായിരുന്നു എക്സാം എഴുതിയത്. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ കണ്ട ആൻസേഴ്സ് ഞാൻ ബ്ലാക്ക് ആൻഡ് ചെയ്തു. പിന്നെ റൈറ്റിംഗ് വന്നപ്പം റൈറ്റിംഗും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയും നാൾ സ്പീക്കിംഗ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂൾ വന്നപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. മൊത്തത്തിൽ എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. പിന്നെ ആകെ കൂടിയുള്ള എൻ്റെ ആശ്രയം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരൂപവും. പിന്നെ ഞാൻ ഓരോ മൊഡ്യൂളിന് മുന്നേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്ന വിഞ്ചരിച്ച ഉപ്പും ഞാൻ കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരൂപം വെച്ചിട്ട് ഞാൻ ആൻസർ ഷീറ്റിൻ്റെ മേലെ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലുമായിരുന്നു. എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല, അത്ഭുതം നടന്നാൽ മാത്രമേ എനിക്ക് എക്സാമിന് പാസ്സാവുന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. മെയ് 13 റിസൾട്ട് വന്നപ്പം അയർലൻഡ് സ്കോർ കിട്ടി. ആദ്യത്തെയും രണ്ടാമത്തെയും കമ്പൈൻ ചെയ്ത് UK സ്കോറായി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ആൻറ്റിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. അവളുടെ പേര് സാറ എന്നാണ്. 2 വയസ്സുണ്ട്. എങ്കിലും 2 വയസ്സിൽ സംസാരിക്കുന്ന എല്ലാ കുട്ടികളെ പോലെ അവൾ സംസാരിക്കത്തില്ലായിരുന്നു. ഭയങ്കര സ്ട്രേഞ്ചർ ആങ്സൈറ്റി ആയിരുന്നു. എല്ലാവരുടെ അടുത്തും പോകാനും സംസാരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്ന വിഞ്ചരിച്ച ഉപ്പും തേനും ആൻറ്റിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അവൾക്ക് സംസാരിക്കുന്നതിന് മുന്നേയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പം അവൾക്ക് ചെറുതായിട്ട് സ്പീച്ച് തെറാപ്പി കൊടുത്തിരുന്നെങ്കിലും ആദ്യത്തെക്കാളും വളരെ നന്നായിട്ട് ഇപ്പം നമ്മൾ പറയുന്ന കാര്യം പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് നന്നായിട്ട് പറയാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ സാക്ഷി എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. അവൾ 10th എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സാം വന്നപ്പോൾ അവൾ നന്നായിട്ട് പാസ്സായി, നല്ല മാർക്കോട് കൂടി പാസ്സായെങ്കിലും അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അടുത്തുള്ള കോളേജിലാണെങ്കിലും അവൾക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ഏതെങ്കിലും ഒരു നല്ലൊരു അടുത്തുള്ളൊരു സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അടുത്തുള്ളൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് കിട്ടുകയും ചെയ്തു. ഇതെല്ലാം എൻ്റെ കഴിവല്ല, എല്ലാം മാതാവിൻ്റെ കഴിവാണ്. എന്നെ അമ്മയുടെ ഒരു സാക്ഷിയെ ഉയർത്തിയതിന് അമ്മയ്ക്കും ദേവകുമാർ ആവേ 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 മരിയ.